എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ അതിഥി കബ് ബത്തിയാവുകി എന്നുള്ള വ്യംഗ്യലേഖാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രചിച്ചിട്ടുള്ളത് ഹരി മൃദുൽജിയാണ്. അപ്പം ഇവിടെ ആയിട്ട് മൊബൈല് ഒരു വ്യക്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം സോഷ്യൽ മീഡിയയുടെയും മൊബൈലിന്റെയും ഉപയോഗം കൂടി വന്ന സമയത്ത് മനുഷ്യരിൽ വന്നിട്ടുള്ള എന്തോ ഒരു ചേഞ്ചിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ താഴെ എന്താണ് എഴുതിയിട്ടുള്ളത്? മൊബൈൽ ഫോൺ മേ ഫസേ മനുഷ്യ കാ യ ചിത്ര ദുനിയാ സെ കുച്ച് കഹ രഹാ ഹൈ ഗുസ്രെ വ്യംഗ്യലേഖ കി ഓർ. അപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈൽ ഫോൺ മേ ഫസേ മനുഷ്യക്ക, അതായത് മൊബൈൽ ഫോണിന്റെ ഉള്ളില് ഫസ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പ് ആവുക, അങ്ങനെ ട്രാപ്പ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ചിത്രം ദുനിയാ സെ കുച്ച് കഹ രഹാ ഹൈ. ഈ ഒരു ചിത്രം എന്താണ്? ലോകത്തോട് എന്തോ പറയുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് ഈ ലേഖില് പറഞ്ഞിട്ടുള്ളത്. വ്യംഗ്യലേഖ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ തമാശ രൂപേണ വിവരിക്കുന്നതിനെയാണ് വ്യംഗ്യം എന്ന് പറയുന്നത്. സറ്റയർ അല്ലെങ്കിൽ ഐറണി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ലേഖിലോട്ട് കടക്കാം. അതിഥി കബ് ബത്തിയാവുകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിഥി എപ്പോഴാണ് സംസാരിക്കുന്നത് എന്നാണ്. ബത്തിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക. അപ്പം ക്വസ്റ്റ്യൻ മാർക്കിലാണല്ലേ അത് എൻഡ് ചെയ്യുന്നത്. കബ് ബത്തിയാവുകെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് സംസാരിക്കുക എന്നാണ് ആ ഒരു ടൈറ്റിലിന്റെ അർത്ഥം. അതിഥി എപ്പോഴാണ് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പോകുന്നത് എന്ന്. യ ബഡി വിഡംബന വാല ദോർ ഹെ. ദോർ എന്ന് പറഞ്ഞ കാലഘട്ടം, വിഡംബന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധാഭാസം. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിരോധാഭാസങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. മൊബൈൽ ഫോണിനെ ജैसे सबको മൗനി ബാബ ബനാ ദിയാ ഹെ. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികളെ മൗനി ബാബയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. മൗനി ബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സന്യാസികളൊക്കെ, ബാബകൾ എന്താ ചെയ്യുക? അധികം സംസാരിക്കൊന്നും ചെയ്യില്ല, അവരെപ്പോഴും മൗനവ്രതത്തിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ മൗനവ്രതത്തിലുള്ള സന്യാസികളെ പോലെ മനുഷ്യരെ മാറ്റി എന്ത്? മൊബൈൽ ഫോൺസ് എന്നാണ് പറയുന്നത്. ഈ ദൃശ്യ ആം है कि घर में रहते हुए भी लोग घरों में उपस्थित नहीं है. അപ്പോ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു കാര്യം എന്നാണ്, ഒരു യൂഷ്വൽ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത്? ഈ ദൃശ്യ ആം ഹെ. ഈ ഒരു ദൃശ്യം വളരെ സാധാരണയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, എന്നും കാണുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? കി ഘർ മേ രഹത്തെ ഹുവേ ബി, വീട്ടിൽ താമസിച്ചിട്ടും ലോക് ഘറോ മേ ഉപസ്ഥിത് നെഹി ഹെ, ആളുകൾ വീട്ടില് എന്താണ്? പ്രസന്റ് അല്ല എന്നുള്ള രീതിയിൽ. വീട്ടിലുണ്ട് ആൾക്കാര്, പക്ഷെ വീട്ടിൽ അവരുടെ പ്രസൻസ് അറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. ആപ്കെ ഘർ ആയ അതിഥി തക് ആപ്സെ മുഖാത്തിബ് നെഹി ഹോത്ത, അതായത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള അതിഥി പോലും നിങ്ങളോട് മുഖത്ത് നോക്കി മുഖാമുഖം സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോ മുഖാത്തിബ് ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ വന്ന അതിഥി പോലും നിങ്ങളോട് മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പൊ വന്നെത്തിയിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏക് അഖാ ദിൻ ബീത് ഗയ. അഖാ ദിൻ എന്ന് പറഞ്ഞാൽ പൂരാ ദിൻ എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം മുഴുവൻ ബീത് ഗയ, കടന്നുപോയി. ദൂസറ ബീത്നെ ജാ രഹാ ഹെ, രണ്ടാമത്തെ ദിവസം തീരാറായി. ലേക്കിൻ സമജ് മേ നഹി ആ രഹാ ഹെ കി അതിഥി തും മുജ്സെ കബ് ബത്തിയാവോഗെ. അപ്പൊ ഒരു ദിവസം ഫുൾ കടന്നുപോയി അതിഥി വന്നിട്ട് രണ്ടാമത്തെ ദിവസം കഴിയാറായി, പക്ഷെ മനസ്സിലാവുന്നില്ല അതിഥി നിങ്ങൾ എപ്പോഴാണ് എന്നോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. കബി മേ തുമ്ഹാരെ മൊബൈൽ കോ ദേഖ് രഹാ ഹൂം തോ കബി തുമ്ഹാരാ മുഹ് നിഹാർ രഹാ ഹൂം. ചില സമയത്ത് ഞാന് നിങ്ങളുടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തോ കബി, ചില സമയത്ത് തുമ്ഹാര മൂ നിഹാർ രഹാ ഹും, നിങ്ങളുടെ മുഖം നോക്കിയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് കാത്തിരിക്കുകയാണ്. മൂ നിഹാർന എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ്. തുമ്ഹാരെ ഹാത്ത് മേ ഏക് സാധാരണ സ ആൻഡ്രോയിഡ് ഫോൺ ഹെ और लगातार റീൽസ് पर റീൽസ് ദേഖേ ജാ രഹേ ഹോ. നിങ്ങളുടെ കയ്യിൽ എന്താണ്? ഒരു സാധാരണയായിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉള്ളത്. और लगातार എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് पर റീൽസ് ദേഖേ ജാ രഹേ ഹോ, റീൽസ് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം और एक्स के पीछे ഹാത്ത് ധോക്കർ പടേ ഹുവേ ഹോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ്, ഇതിന്റെ പിന്നാലെ ഹാത്ത് ധോക്കർ പടേ ഹോനാന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, അതിന്റെ പിന്നാലെ തന്നെ കൂടുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് ഇതൊന്നും വിട്ടിട്ട് ഒരു കളിയില്ല, ഫുൾ ടൈം അതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
വാട്സാപ്പ് पर जमे हुए हो. ആ വാട്സാപ്പിലും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് അതന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഖുദ് ഹി മുസ്കുരാ രഹേ ഹോ ഖുദ് ഹി ഹസ് രഹേ ഹോ. സ്വയം തന്നെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്, ചില സമയത്ത് ചിരിക്കുന്നുണ്ട്. മുസ്കുരാന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ഒന്ന് സ്മൈൽ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഹസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ ഉറക്കെ ചിരിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പം എന്താണ്, ചില സമയത്ത് ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ പുഞ്ചിരിക്കുന്നുണ്ട്, ചില സമയത്ത് ചിരിക്കുന്നുണ്ട് ഉറക്കെ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കണ്ടീഷനാണ്. मैं इंतजार कर रहा हूं कि कभी तो तुम अपना मोबाइल एक किनारे रखोगे और मुझसे गांव घर की ढेर सारी बातें करोगे. അപ്പോ मैं इंतजार कर रहा हूं, ഞാൻ इंतजार എന്ന് പറഞ്ഞാൽ എന്താണ്, കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? कि कभी तो तुम अपना मोबाइल एक किनारे रखोगे, നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു മൊബൈൽ എടുത്തിട്ട് സൈഡിലേക്ക് വെക്കുമല്ലോ. കിനാരെ റക്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി വെക്കുമോ, അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഓർ മുझसे ഗാവ് ഘർ കി ഢേർ സാരി ബാത്തേ കരോഗെ, എന്നിട്ട് എന്താണ്, എന്നോട് ഗ്രാമത്തിലെയും വീട്ടിലെയും ഒക്കെ ഢേർ സാരി ബാത്തേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. യാദോ കെ സാഗർ മേ ഗോത്തേ ലഗാവുകെ. ഗോത്തേ ലഗാനാന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, മുങ്ങിത്തപ്പുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യാദോ കെ സാഗർ മേ ഗോത്യ ലഗാവുക എന്ന് പറയുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം അതിഥിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബച്പൻ മേ ലേ ജാവുകെ, എന്റെ ബച്പൻ എന്ന് പറഞ്ഞ കുട്ടിക്കാലം, എന്നെ എന്റെ കുട്ടിക്കാലത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകും. ദായി ബായി ദേഖ്തേ ഹുए ജവാനി കെ ദിനോ കോ ഭി യാദ് കരാവുകെ. ദായേ ബായി എന്ന് വെച്ച് കഴിഞ്ഞാല്, ബായി എന്ന് വെച്ച് കഴിഞ്ഞാല് ലെഫ്റ്റ്, ദായി എന്ന് വെച്ചാൽ റൈറ്റ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ജവാനിക്ക് ദിനോ കോബി എന്ന് വെച്ചാൽ ഇവര് യങ് ആയിരുന്ന സമയം ഉണ്ടല്ലോ, ജവാൻ എന്ന് വെച്ചാൽ യങ് ആണ്. അപ്പം യങ് ആയിട്ടുള്ള ഇവരുടെ യൂത്ത് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും എന്ന് ഒക്കെ വിചാരിക്കുകയാണ് ഈ അതിഥിനെ കാണുമ്പോൾ. ലേക്കിൻ തും ऐसा कुछ भी नहीं कर रहे हो, പക്ഷെ നീ അങ്ങനെ ഒന്നും തന്നെ, നിങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. सच कहूं अब मुझे कौफ्त होने लगी है कि मैंने तुम्हें अपने घर क्यों बुलाया. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സച്ച് കഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അബ് മുझे കോഫ്ത് ഹോനെ ലഗി ഹൈ, ഇപ്പൊ എനിക്ക് വിഷമാവാനായിട്ട് തുടങ്ങി. കോഫ്ത് ഹോന എന്ന് വെച്ചാൽ വിഷമാവുക. എന്തിനാണ് വിഷമാവുന്നത്? कि मैंने तुम्हें अपने घर क्यों बुलाया, ഇത് ആലോചിച്ചിട്ടാണ്. എന്തിനാണ് ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലോട്ട് വിളിച്ചത് എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് വിഷമാവാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. तुम तो मुझसे इस महानगर में ठहरने के लिए किसी सस्ते होटल की जानकारी ले रहे थे. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഹാനഗരത്തില് ടെഹർനെ കെ ലിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനായിട്ട്, കിസി സസ്തെ ഹോട്ടൽക്ക്, ഒരു എന്താണ് ചീപ്പായിട്ടുള്ള, സസ്ത എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള ഹോട്ടലിന്റെ ജാൻകാരി ലേ രഹേ ഥേ, ഇൻഫർമേഷൻ എന്താണ് നേടുകയായിരുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത്. പത്താ നഹി ക്യൂ മേരി ഹി മതി മാരി ഗയി ഥി കി ആ ബൈൽ മുझे മാർ കെ അന്ദാസ് മേ मैंने तुम्हें अपने घर बुला लिया. പക്ഷെ എന്റെ തന്നെ മത്തി മാറി ഗയിറ്റി എന്ന് പറഞ്ഞാല് എന്റെ തന്നെ ബുദ്ധി ഭ്രമിച്ചു പോയതായിരുന്നു. എനിക്ക് എന്തോ ഒരു മോശം അവസ്ഥയിൽ തോന്നിയ ഒരു കാര്യമാണ് എന്ത്, ആ ബാൽ മുझे മാർ എന്നുള്ള ഒരു അന്താസ്. ആ ബാൽ മുझे മാർ എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, വടി കൊടുത്ത് അടി വാങ്ങിക്കാന്ന് പറയില്ലേ, ആ സംഭവമാണ്. ഹിന്ദിയിൽ അതിന് പറയുന്ന ഒരു ചൊല്ലാണത്. കാളെ വന്ന് എന്നെ കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അന്താസിനെ, ആ ഒരു ആറ്റിറ്റ്യൂഡില് എന്താണ്, മാനെ തുമ്ഹെ അപ്നെ ഘർ ബുലാ ലിയ, ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലോട്ട് വിളിച്ചു. അതായത് ഇപ്പൊ ഈ റൈറ്ററിന്റെ വീട്ടിലുള്ള ഈ ഗസ്റ്റ് ഉണ്ടല്ലോ, ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ എന്തിനാണ് റൈറ്ററിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ മഹാനഗരത്തിൽ താമസിക്കാനായിട്ട് ചീപ്പായിട്ടുള്ള ഹോട്ടൽ ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. പക്ഷെ റൈറ്റർ വിചാരിച്ചു ഈ ആളിനെ എന്റെ വീട്ടിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാമെന്ന്. പക്ഷെ അതിഥി എന്താ ചെയ്തത്? വന്നപ്പോ തൊട്ട് ഫോണിൽ നോക്കിയിരിക്കുകയാണ്, സംസാരം വലിയ ഒന്നുമില്ല. അപ്പം റൈറ്ററിന് ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ തന്നെ വടി കൊടുത്ത് അടി വാങ്ങിച്ചതാണല്ലോ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, വാ കാളെ വന്ന് എന്നെ കുത്ത് എന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിന്ന് കൊടുത്ത ഒരു അവസ്ഥയാണല്ലോ എനിക്ക്, ആ നേരത്തെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് ഇത് എന്നൊക്കെ റൈറ്റർ ചിന്തിക്കാനായിട്ട് തുടങ്ങി.
मेरा कोई लालच नहीं था सिवाय इसके कि एक दो दिन तुमसे बतियाकर मुल्क को യാദ് കർ ലോ. അപ്പോ ലാലച്ച് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നാണ്. അപ്പോ എനിക്ക് വലിയ അത്യാഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. സിവായ് ഇസ്കെ, ഇതൊഴികെ. അപ്പോ ഒരു അത്യാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്? ഏക് ദോ ദിൻ തുംസെ ബത്തിയാക്കർ, ഒന്നോ രണ്ടോ ദിവസം നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് മുൽക്ക് കോ യാദ് കർലു, അതായത് തന്റെ ആ നാട് അതിനെക്കുറിച്ച് ഓർമ്മിക്കാം, അല്ലെങ്കിൽ ആ ഓർമ്മകൾ അയവർക്കാം എന്നുള്ള ഒരു എന്താണ് ഗ്രീഡ്, ഒരു അത്യാഗ്രഹം മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഖേത്ത് ഖലിഹാൻ കി ചർച്ച കരു, അതായത് വയല്, അതുപോലെ തന്നെ ഖേത്ത് എന്ന് പറഞ്ഞാൽ വയല്, ഖലിഹാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഹൗസ്, ഈ വയലിലെ വിളവൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലല്ലേ, അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. പോഖർ താലാബ് കാ സ്മരൺ കറും, അതായത് നാട്ടിലെ അവരുടെ ഗ്രാമത്തിലെ പോഖർ താലാബ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുളം, ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുക. പരന്തു ബന്ധു തും ഹോ കി അപ്നെ മൊബൈൽ സെ ചിപ്കെ പടേ ഹോ, എന്നിട്ട് പക്ഷെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിനായിട്ട് ചിപ്കെ പടേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചല്ലേ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹേ അതിഥി തും ഹി ബത്താവോ കി അബ് മേ തുമ്ഹാര ക്യാ ഇലാജ് കറും, എന്നിട്ട് റൈറ്റർ എന്നെ അതിഥിയോട് ചോദിക്കുന്നത് പോലെയാണ് ഈ ഒരു ലേഖ എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പറയൂ, തും ഹി ബത്താവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയൂ, കി അബ് മേ തുമ്ഹാര ക്യാ ഇലാജ് കറു, ഞാൻ നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് തരേണ്ടത്. ഇലാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്. അപ്പോ എന്ത് ട്രീറ്റ്മെന്റ് ആണ് തരേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ലേഖ എൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത്? ഏക് ഝലക് വ്യംഗ്യ ലേഖ സമാജ് की विसंगतियों और कुरीतियों को हास्य के माध्यम से उजागर करता है. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സമൂഹത്തിലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഹാസ്യ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒന്നാണ് വ്യംഗ്യ ലേഖ എന്ന് പറയുന്നത്. പ്രസ്തുത് ലേഖ ആജ് മനുഷ്യ के जीवन में सोशल मीडिया की लत पर तीखा व्यंग्य करता है. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ലേഖ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ മീഡിയ മനുഷ്യനിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ അഡിക്ഷനെയാണ് വ്യംഗ്യാത്മകമായിട്ട് ചിത്രീകരിക്കുന്നത്. അതിഥി ലേഖക് के साथ रहता तो है पर वह अपने लिए मोबाइल फोन की एक अलग सी दुनिया बना लेता है. ലേഖകനോടൊപ്പമാണ് അതിഥി താമസിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ അതിഥി എന്താണ് മൊബൈൽ ഫോണിനോടൊപ്പം തന്റെ തന്നെ ഒരു സെപ്പറേറ്റ് ലോകം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലേഖ പാഠക് കോ അപ്നെ ഭീതർ ഝാങ്ക്നെ കോ പ്രേരിത് കർത്താ ഹെ. ഈ ഒരു ലേഖ എന്താണ് പാഠക് എന്ന് വെച്ചാൽ റീഡേഴ്സിനെ, ഇത് വായിക്കുന്ന ആളുകളെ അപ്നെ ഭീതർ ഝാങ്ക്നെ കോ പ്രേരിത് കർത്താ ഹെ, തങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ. അപ്നെ ഭീതർ എന്ന് പറഞ്ഞാൽ, ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളില്, അപ്നെ ഭീതർ എന്ന് പറയുമ്പോൾ തന്റെ തന്നെ ഉള്ളിലോട്ട്. ഝാങ്ക്നെ കോ, ഝാങ്ക്ന എന്ന് വെച്ച് കഴിഞ്ഞാല് എത്തി നോക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്രേരിത് കർത്താ ഹെ, പ്രേരിപ്പിക്കുന്നു. അതായത് നമ്മളും ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ പിടിയിലായിട്ട് അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ, അതിന്റെ പേരില് ചുറ്റുള്ള റിലേഷൻസ് സ്പോയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ലേഖാണ് ഇത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോ വിസംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് വൈരുദ്ധ്യം, അതുപോലെ തന്നെ കുരീതി എന്ന് പറഞ്ഞ സമൂഹത്തില് നടക്കുന്ന ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് വാക്കൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനത്തെ ഈ ചാപ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ഡയറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ വാക്കാണ്. കുരീതി എന്നൊക്കെ ഉള്ളത് ഇനി നിങ്ങൾ മുന്നോട്ട് ഹിന്ദി എടുത്തു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. ഇനി നമുക്ക് റൈറ്ററിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഹരി മൃദുൽ, അദ്ദേഹം 1969 ഉത്തരാഖണ്ഡിലെ ബഗോട്ടിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ സഫേദി മേ ഛുപ കാല, ജൈസെ ഫൂൽ ഹസാരി തുടങ്ങിയവയാണ്. അദ്ദേഹം കഹാനി, ലഘുകഥ, ലേഖ, ബാൽ സാഹിത്യ തുടങ്ങിയവ രചിച്ചിട്ടുണ്ട്. ബാൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യത്തിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഹേമന്ത് സ്മൃതി കവിതാ സമ്മാൻ, സന്ത് നാംദേവ് പുരസ്കാർ തുടങ്ങിയവയാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. അതിഥി കബ് ബतियाओगे हरि मृदुल, आधुनिक समय के अतिथि अतिथेय संबंधों की खोखली होती आत्मीयता पर सशक्त व्यंग्य करने वाला यह व्यंग्य लेख समकालीन जीवन की एक गंभीर विडंबना को उजागर करता है. എന്ന് വെച്ച് കഴിഞ്ഞാല് സെന്റൻസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ
ആശയം വളരെ സിമ്പിൾ ആണ്. അതായത് ആധുനിക് സമയ് എന്ന് പറഞ്ഞാൽ മോഡേൺ ടൈംസിൽ, അതായത് ഇപ്പോഴത്തെ സമയത്ത് അതിഥി അതിഥേയ സംബന്ധ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗസ്റ്റും അതുപോലെ തന്നെ ഹോസ്റ്റും തമ്മിലുള്ള സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധം. കി ഖോഖ്ലി ഹോത്തി, ഖോഖ്ലി ഹോന എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളോ ആവുക, പൊള്ളയായിക്കൊണ്ടിരിക്കുന്ന ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇന്റിമസി, അതായത് ഇവരുടെ ഇടയിലുള്ള അടുപ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതെന്താണ്, പൊള്ളയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗസ്റ്റും അതുപോലെ തന്നെ ഹോസ്റ്റും തമ്മിലുള്ള ബന്ധം. പർ സശക്ത് വ്യംഗ്യ കർണേ വാല യ വ്യംഗ്യ ലേഖ. അങ്ങനെ ഇങ്ങനെ പൊള്ളയായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയുന്ന, അല്ലെങ്കിൽ അതിനെ സ്ട്രോങ്ലി ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഈ വ്യംഗ്യലേഖ് സമകാലീൻ ജീവൻ കി एक गंभीर विडंबना को उजागर करता है. മോഡേൺ ലൈഫിലെ എന്താണ് ഒരു ഗംഭീർ സമസ്യ അല്ലെങ്കിൽ ഗംഭീർ വിഡംബന എന്ന് പറയുന്നത് എന്താണ്, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഡംബന എന്ന് പറഞ്ഞാൽ വിരോധാഭാസം. അതിനെ എന്താണ് ഉജാഗർ കർത്ത ഹെ, അതിലേക്ക് വിരൽ ചൂണ്ടുന്നു അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ഉജാഗർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ആ ഒരു ഇഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോ മൊത്തം ഈ സെന്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു വ്യംഗ്യലേഖില് എന്താണ് സമൂഹത്തിൽ അല്ലെങ്കിൽ മോഡേൺ ഡേ ലൈഫിലെ ഗസ്റ്റും ഹോസ്റ്റും തമ്മിലുള്ള ബന്ധം പൊള്ളയായി പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് ഇവിടെ ഒരു തമാശ രൂപേണ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മൊബൈൽ ഓർ സോഷ്യൽ മീഡിയനെ ആജ് മനുഷ്യക്കോ സംവേദൻഹീൻ ബനാ ദിയാ ഹെ. സംവേദൻഹീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസെൻസിറ്റീവ് എന്നുള്ളതാണ്, അതായത് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത. മൊബൈൽ ഓർ സോഷ്യൽ മീഡിയനെ, മൊബൈലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ആജ് മനുഷ്യക്കോ ഇന്ന് മനുഷ്യനെ സംവേദൻഹീൻ ബനാ ദിയാ ഹെ, അവരെ ഇൻസെൻസിറ്റീവ് ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് മനുഷ്യരെ. എന്ത്, മൊബൈലും സോഷ്യൽ മീഡിയയും. അതിഥി പരമ്പരാഗത് ഭാരതീയ സംസ്കൃതി മേ സമ്മാൻ ഓർ ആത്മീയത കാ പ്രതീക് ഹോതാ ഹെ. അതിഥി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഭാരതത്തിന്റെ സംസ്കൃതി എന്ന് പറഞ്ഞ കൾച്ചർ, ഇന്ത്യയുടെ കൾച്ചറിൽ എന്താണ് സമ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്ട് അല്ലെങ്കിൽ ആദരവ്, അതുപോലെ തന്നെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇന്റിമസി, അതിന്റെയൊക്കെ പ്രതീകമായിരുന്നു. पर यहाँ वही അതിഥി സംവേദനാओं से कटे हुए व्यक्ति के रूप में चित्रित है. പക്ഷേ ഇവിടെ അതേ അതിഥി, പണ്ട് ഭാരതീയ സംസ്കൃതി അനുസരിച്ചിട്ട് ഒരു അതിഥി എന്ന് പറയുന്നത് എന്താണ് റെസ്പെക്റ്റിന്റെയും ആത്മീയതയുടെ ഒക്കെ ഇന്റിമസിയുടെ ഒക്കെ പ്രതീകമായിരുന്നു. പക്ഷെ ഇവിടെ അതേ അതിഥിയാണ് ഒരു എന്താണ് സംവേദനാओं से कटे हुए വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഇല്ലാത്ത പോലെയുള്ള ഒരു വ്യക്തിയെ പോലെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് उद्देशिക്കുന്നത്. लेखक के घर आया अतिथि शारीरिक रूप से तो घर में उपस्थित है, लेकिन मानसिक रूप से वह अपने मोबाइल फोन और सोशल मीडिया की आभासी दुनिया में डूबा हुआ है. അപ്പൊ എന്താണ്, ലേഖകന്റെ വീട്ടിൽ വന്നിട്ടുള്ള അതിഥി ശാരീരികമായിട്ട് ആ വീട്ടില് ഉപസ്ഥിതാണ്, പ്രസന്റ് ആണ്, പക്ഷെ മാനസികമായിട്ട് ആ വ്യക്തി അവിടെ ഇല്ല. തന്റെ മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും ആ ഒരു ലോകത്ത് എന്താണ് ഡൂബാ ഹുവാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് മുങ്ങിയിരിക്കുകയാണ് എന്നാണ്. അപ്പൊ അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ലേഖക് ഉസ്സെ ബാത്ചീത് കർണ ചാഹता है, बचपन की स्मृतियों का साझा करना चाहता है, पर अतिथि फेसबुक, इंस्टाग्राम, एक्स और വാട്സാപ്പ് की दुनिया में खोया रहता है. അപ്പോൾ ലേഖകൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അതിഥിന്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബച്പൻ കി സ്മൃതിയോ കാ സാझा करना चाहता है എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പണ്ടത്തെ ഓർമ്മകളെ അയവിറക്കുക അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. पर അതിഥി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് ഓർ വാട്സാപ്പ് की दुनिया में खोया रहता है. പക്ഷെ അതിഥി എന്താണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ എക്സ്, അതുപോലെ തന്നെ വാട്സാപ്പ്, ഇതിന്റെയൊക്കെ ദുനിയാമേ ഖോയാ രഹതാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ലോകത്ത് ഇങ്ങനെ ഖോയാ രഹന എന്ന് വെച്ച് കഴിഞ്ഞാല് ലോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ആ ഒരു വ്യക്തി റിയൽ ലൈഫിലല്ല, സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ മുഴുകിയിരിക്കുന്നത്. ധീരെ ധീരെ ലേഖക് को यह बोध होता है कि संवादहीन इस उपस्थिति को घर बुलाना उनकी एक भूल थी. അങ്ങനെ ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ ലേഖക് को यह बोध होता है, ലേഖകന് ഇത് ബോധ്യമാവുകയാണ്. എന്താണ്, कि संवादहीन इस उपस्थिति को ഘർ ബുലാന, അതായത് കോൺവെർസേഷൻ ഒന്നും ഇല്ലാത്ത ഈ ഒരു ഉപസ്ഥിതി, ഈ ഒരു പ്രസൻസ്
തന്റെ വീട്ടിലോട്ട് വിളിക്കുക എന്നുള്ളത് ഏക് ഭൂൽ ഥി, ഒരു തെറ്റായിരുന്നു, തന്റെ മിസ്റ്റേക്ക് ആണ്. എന്താണ്, സംസാരിക്കൊന്നും ചെയ്യാത്ത ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ വെറുതെ ഒരു പ്രസൻസ് മാത്രം അവിടെ തരുന്നുണ്ട്, അങ്ങനെയുള്ള വ്യക്തിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചത് ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് ലേഖകന് പതിയെ പതിയെ തോന്നാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. വർത്തമാൻ സമാജ് की डिजिटल लत पर कटाक्ष करते हुए लेखक हमसे यह प्रश्न करता है कि ऐसे अतिथि का इलाज क्या हो. അപ്പോ വർത്തമാൻ സമാജ് കി ഡിജിറ്റൽ ലത്ത് പർ, അതായത് മോഡേൺ സൊസൈറ്റിയുടെ, വർത്തമാൻ സമാജ് എന്ന് പറഞ്ഞാൽ മോഡേൺ സൊസൈറ്റി, അതിന്റെ ഡിജിറ്റൽ ലത്ത്, അതായത് ഡിജിറ്റൽ അഡിക്ഷൻ ഇല്ലേ, പർ കട്ടാക്ഷ് കർത്തേ ഹുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ടോണ്ട് ചെയ്തിട്ട്, അതായത് ഒന്ന് കുത്തി പറയാണ്, അതിനാണ് കട്ടാക്ഷ് കർണ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് കുത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്, ലേഖക് ഹംസെ യ പ്രശ്ന കർത്താ ഹെ, നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കി ऐसे അതിഥി കാ ഇലാജ് ക്യാ ഹോ, ഇത്തരം അതിഥിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്ന്. അപ്പം അത് നമ്മളോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് കുത്തി പറയുന്നു എന്ന് പറയുന്നത്, കട്ടാക്ഷ് കർത്തേ ഹുവേ എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. ലേഖക് കാ വ്യംഗ്യ കേവൽ അതിഥി തക് സീമിത് നഹീ രഹതാ ബൽക്കി പൂരെ സമാജ് പർ ടിപ്പണി ബൻ ജാതാ ഹെ. അപ്പൊ ലേഖകന്റെ ഈ വ്യംഗ്യ എന്ന് പറയുന്നത് എന്താണ്, കേവലം അതിഥി തക് സീമിത് നഹീ രഹതാ, അത് അതിഥിയോളം മാത്രം സീമയുള്ളതല്ല, ബൽക്കി പൂരെ സമാജ് പർ ടിപ്പണി ബൻ ജാത്ത ഹെ. അപ്പൊ ആ ഒരു അതിഥീനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഇത് പറയുന്നത്, പക്ഷെ ഒരു സമൂഹത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വ്യംഗ്യോട് എന്നാണ് പറയുന്നത്. ആജ് ലോക് സാത്ത് രഹത്തെ ഹുയെ ബി ഏക് ദൂസരെ സെ ദൂർ ഹെ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു സമയത്ത് കൂടിയും അവര് എന്താണ്, സെപ്പറേറ്റ് ആയ ഒരു കണ്ടീഷനാണ്. അതായത് ആളുകൾ ഇപ്പം ഒരേ സ്ഥലത്ത് താമസിക്കുന്നു എന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. ലേഖ പാഠക് കോ ആത്മാ മന്ഥൻ കെ ലിയെ പ്രേരിത് കർത്താ ഹെ കി കहीं हम भी तो ऐसे मोबाइल में डूबे अतिथि नहीं बन गए हैं. അപ്പോ ആത്മമന്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കവി ഈ ഒരു വ്യംഗ്യയിലൂടെ എന്താണ്, പാഠക് വായനക്കാരെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ആത്മമന്ഥന് വേണ്ടിയിട്ട്. ആത്മമന്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊരു ചിന്ത ആളുകളുടെ ഉള്ളിൽ വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കി കഹി ഹം ബി തോ ऐसे മൊബൈൽ മേ ഡൂബെ അതിഥി നഹി ബൻ ഗയേ ഹെ. എന്ത് ചിന്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്, എന്താണ് ആ ആത്മാമന്ഥൻ എന്ന് പറയുന്നത്? നമ്മളും ഈ ഒരു വ്യംഗ്യയിലെ ആ ഒരു ക്യാരക്ടറിലെ ഒരു അതിഥി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മുങ്ങിയിരിക്കുന്ന അതിഥി ആകുന്നുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു ഈ വ്യംഗ്യ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് for watching the video.